ശബരിമല ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു പത്തനംതിട്ടയിലെത്തി. റോഡ് മാർഗം പമ്പയിലേക്കെത്തും. ഗണപതി ക്ഷേത്രത്തിൽ നിന്നും കെട്ടിനിറച്ച് ഗൂർഖ വാഹനത്തിൽ സന്നിധാനത്തേക്ക് പോകും. 12 മണിയോടെ രാഷ്ട്രപതി ശബരിമല ദർശനം നടത്തും. പത്തനംതിട്ടയിൽ നിന്നും ഗോകുൽ രമേശും അരുൺ കൊടുങ്ങൂരും ചേരുന്നുണ്ട്. ആദ്യം ഗോകുൽ രമേശിലേക്ക് പോകാം. ഗോകുൽ രമേശ്, അവിടെ മുന്നൊരുക്കങ്ങളെല്ലാം പൂർത്തിയായില്ലേ? അശ്വതി, എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാണ്. നിലവിൽ 8:30 മണിയോടുകൂടി പത്തനംതിട്ട പ്രമാടത്ത് രാഷ്ട്രപതി ഹെലികോപ്റ്റർ ഇറങ്ങി. അതിനുശേഷം പെട്ടെന്ന് തന്നെ പമ്പയിലേക്കുള്ള യാത്ര തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. റോഡ് മാർഗമാണ് പമ്പയിലേക്ക് രാഷ്ട്രപതി പോയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ പമ്പയിൽ എത്തിച്ചേരും. അതിനുശേഷം പമ്പയിൽ ത്രിവേണി സംഗമ സ്ഥലത്ത് പ്രത്യേകമായി സജ്ജീകരിച്ചിരിക്കുന്ന സ്ഥലത്ത് ദേഹശുദ്ധി വരുത്തും രാഷ്ട്രപതി. അതിനുശേഷം പമ്പ ഗണപതി ക്ഷേത്രത്തിൽ വെച്ച് കെട്ടുനിറക്കും. ആചാരപരമായിട്ട് കെട്ടുനിറ കാര്യങ്ങളുണ്ടാവും. അതിനുശേഷം ഗൂർഖ വാഹനത്തിലേറിയാണ് രാഷ്ട്രപതി സന്നിധാനത്തേക്ക് പോകുന്നുണ്ടാവുക. 6 ഗൂർഖ വാഹനങ്ങളാണ് ഈ രാഷ്ട്രപതിക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. ആ വാഹനത്തിലേറി 12 മണിയോടുകൂടി സന്നിധാനത്തെത്തും. അതിനുശേഷം 12:20 ദർശനം നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഉച്ചപൂജ സമയത്തായിരിക്കും രാഷ്ട്രപതി സന്നിധാനത്ത് എത്തിച്ചേരുന്നുണ്ടാവുക. ഉച്ചപൂജ രാഷ്ട്രപതി കണ്ടുതൊഴും. അതിനുശേഷം സന്നിധാനത്തെ ഗസ്റ്റ് ഹൗസിൽ വിശ്രമമാണ്, ഭക്ഷണവും വിശ്രമവുമാണ് ദർശനത്തിന് ശേഷം. അതിനുശേഷം 3 മണിയോടുകൂടിയായിരിക്കും തിരികെ ഗൂർഖ വാഹനത്തിൽ തന്നെ പമ്പയിലേക്ക് എത്തിച്ചേരുന്നുണ്ടാവുക. അതിനുശേഷം റോഡ് മാർഗം നിലയ്ക്കലിലെത്തി അവിടെ നിന്നും ഹെലികോപ്റ്ററിൽ തിരുവനന്തപുരത്തേക്ക് പോകും എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം. നിലവിൽ ഗൂർഖ വാഹനത്തിൽ സ്വാമി അയ്യപ്പൻ റോഡ് വഴിയായിരിക്കും രാഷ്ട്രപതി സന്നിധാനത്തേക്ക് പോകുന്നുണ്ടാവുക. രാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് അതീവ സുരക്ഷാ വലയത്തിലാണ് സന്നിധാനവും പമ്പയും നിലയ്ക്കലും മറ്റ് പരിസര പ്രദേശങ്ങളും ഒക്കെ തന്നെ ഉള്ളത്. ഒപ്പം ഈ പാതയിലേക്ക്, അതായത് ഇന്ന് രാവിലെ നിലയ്ക്കലിലായിരുന്നു ഹെലികോപ്റ്റർ ഇറങ്ങാൻ വേണ്ടി നേരത്തെ തീരുമാനിച്ചിരുന്നത്. പക്ഷേ കാലാവസ്ഥയുടെ ചില പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഹെലികോപ്റ്റർ ഇറങ്ങുന്നത് നിലയ്ക്കലിൽ നിന്ന് മാറ്റി പത്തനംതിട്ട പ്രമാടത്തെ ഇൻഡോർ സ്റ്റേഡിയം മൈതാനത്തേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു ആശയക്കുഴപ്പം, അനിശ്ചിതത്വം ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം പെട്ടെന്ന് തന്നെ ഗതാഗത നിയന്ത്രണമടക്കം ഏർപ്പെടുത്തിക്കൊണ്ട് പാതയടക്കം സജ്ജീകരിക്കുകയും ചെയ്തു. പക്ഷേ ഒരു വീഴ്ച സംഭവിച്ചത് ഈ ഹെലികോപ്റ്റർ ഇറങ്ങിയിട്ടുള്ള ഹെലിപാഡ് അത് കൃത്യമായിട്ട് ഉറച്ചിരുന്നില്ല. അതായത് പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു പ്രമാടത്തേക്ക് മാറ്റുക എന്നുള്ളത്, ഹെലികോപ്റ്റർ ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ മാത്രമാണ് അവിടെ ഈ ഹെലികോപ്റ്റർ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഹെലിപാഡ് തറകൾ സജ്ജീകരിച്ചത്. പ്രധാനമായിട്ടും ഈ കോൺക്രീറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് തറകൾ ഉണ്ടാക്കിയിരുന്നത്. ആ കോൺക്രീറ്റ് പാളികൾ യഥാർത്ഥത്തിൽ ഉറച്ചിരുന്നില്ല. ഇന്ന് രാവിലെ മാത്രമാണ് ഇട്ടതുകൊണ്ട് ഉറച്ചിരുന്നില്ല. ഇത് വലിയ സുരക്ഷാ വീഴ്ചയ്ക്കാണ് കാരണമായത്. കാരണം ഈ തറയിലേക്ക് രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ ഇറങ്ങിയ വേളയിൽ ഹെലികോപ്റ്ററിന്റെ ചക്രങ്ങൾ ആ കോൺക്രീറ്റിനുള്ളിലേക്ക് താഴ്ന്നിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. രാഷ്ട്രപതി ഹെലികോപ്റ്ററിനുള്ളിൽ ഇരിക്കുമ്പോൾ തന്നെയാണ് ഈ സംഭവം ഉണ്ടായത് എന്നുള്ളതാണ് ഏറെ ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം. എന്തായാലും മറ്റ് അപകടങ്ങൾ ഉണ്ടായിട്ടില്ല ഭാഗ്യവശാൽ. അതിനുശേഷം രാഷ്ട്രപതി കോപ്റ്ററിൽ നിന്നും ഇറങ്ങിയതിനു ശേഷമാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ, പോലീസും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ചേർന്നുകൊണ്ട് ആ ഹെലികോപ്റ്റർ തള്ളി നീക്കി അവിടെ നിന്നും ആ കുഴിയിൽ നിന്നും കയറ്റിയ സംഭവം ഉണ്ടായത്. അത് വലിയ സുരക്ഷാ വീഴ്ച തന്നെയാണ് ഈ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് ജില്ലാ ഭരണകൂടമാണ് ഈ ഹെലികോപ്റ്ററിന് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ക്രമീകരിക്കേണ്ടിയിരുന്നത്. അവർ മറ്റൊരു പ്ലാൻ ബി കണ്ടെത്തിയിരുന്നില്ല. അതായത് നിലയ്ക്കൽ ഇറങ്ങാൻ സാധിച്ചില്ലെങ്കിൽ മറ്റെവിടെ എന്നുള്ള ഒരു തീരുമാനം ഇന്നലെ വൈകിട്ട് അല്ലെങ്കിൽ ഇന്ന് രാവിലെ വരെയോ ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത്. പെട്ടെന്ന് നിലയ്ക്കലിൽ കാലാവസ്ഥ പ്രതികൂലമായപ്പോൾ മഞ്ഞും മഴയും ഉണ്ടായ സാഹചര്യത്തിൽ അവിടെ ഇറങ്ങാൻ പറ്റില്ല എന്ന് വന്നപ്പോൾ പെട്ടെന്നായിരുന്നു പ്രമാണത്തേക്ക് മാറ്റുക എന്നുള്ളൊരു തീരുമാനം കൈക്കൊള്ളുകയുണ്ടായത്. പക്ഷെ അപ്പോഴേക്കും അവിടെ യാതൊരു ക്രമീകരണവും ഒരുക്കിയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഇന്ന് രാവിലെയാണ് അവിടെ കൊണ്ട് കോൺക്രീറ്റ് ഇറക്കിയത്. കോൺക്രീറ്റ് യഥാർത്ഥത്തിൽ ഉറച്ചിരുന്നില്ല. മഴയുടെ സാഹചര്യം ഉണ്ടായിരുന്നു, വെയിലില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കോൺക്രീറ്റ് ഉറയ്ക്കാനൊക്കെ സമയമെടുക്കുന്നുണ്ടായിരുന്നു. ആ സ്ഥലത്തേക്കാണ് രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ കൊണ്ടിറക്കേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഉണ്ടായത് വലിയ സുരക്ഷാ വീഴ്ച തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ ആ സംഭവത്തിന് ശേഷം മാധ്യമങ്ങളെ അടക്കം അവിടെ നിന്നും ആ പരിസര പ്രദേശത്ത് നിന്നും പോലീസ് ഇടപെട്ടുകൊണ്ട് മാറ്റുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും പഴുതടച്ച സുരക്ഷ എന്ന് പറയുമ്പോൾ പോലും ഇത്തരത്തിലുള്ള സുരക്ഷാ വീഴ്ചകൾ കൂടി രാഷ്ട്രപതിയെ വരവേൽക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു. ഈ പ്രമാണത്തെ ഹെലിപ്പാഡിൽ എത്തിക്കൊണ്ട് രാഷ്ട്രപതിയെ സ്വീകരിച്ചത് മന്ത്രി വി എൻ വാസവൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളായിരുന്നു. മന്ത്രി വി എൻ വാസവൻ, അതോടൊപ്പം തന്നെ പത്തനംതിട്ട ജില്ലാ കളക്ടർ, പത്തനംതിട്ട SP അടക്കമുള്ള ആളുകളുണ്ടായിരുന്നു.
ജനീഷ് കുമാറും അതോടൊപ്പം തന്നെ പ്രമോദ് നാരായണൻ അടക്കമുള്ള MLA മാരും ആന്റണി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി, ദ്രൗപദി മുർമുവിനെ സ്വീകരിക്കാൻ വേണ്ടി അവിടെ എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അവരുടെയൊക്കെ സാന്നിധ്യത്തിലാണ് ഈ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായത് എന്നുള്ളത് കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എന്തായാലും വലിയ സുരക്ഷാ വീഴ്ച തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. രാഷ്ട്രപതിയാണ്, ഭാരതത്തിന്റെ പ്രഥമ പൗരയാണ്. അവർ സഞ്ചരിക്കുന്ന ഹെലികോപ്റ്ററിനാണ് ഇത്തരത്തിലൊരു അപകട സാഹചര്യത്തെ നേരിടേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടായത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അതിനുശേഷം ബാക്കി സന്നിധാനവും പരിസര പ്രദേശങ്ങളും ഒക്കെ പലവരും സുരക്ഷാ പരിശോധനയൊക്കെ പൂർത്തീകരിച്ചതാണ്. പക്ഷേ ഇത്തരത്തിൽ ഹെലികോപ്റ്റർ ഗോകുൽ രമേശാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ഇനി അരുൺ കൊടുങ്ങൂരിലേക്കാണ് പോകുന്നത്. അരുൺ, നോക്കൂ, പുണ്യഭൂമിയിൽ കാൽ തൊടുന്ന രണ്ടാമത്തെ രാഷ്ട്രപതി, ആദ്യ വനിതാരത്നം, അഭിമാന നിമിഷമല്ലേ? തീർച്ചയായും അത് തന്നെയാണ്. പല ആവർത്തി സുരക്ഷാ പരിശോധനകളൊക്കെ നടത്തിക്കൊണ്ട് പഴുതടച്ചുകൊണ്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കി മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് രാത്രി ഹരിവരാസനം പാടി നടയടച്ചു കഴിഞ്ഞാൽ ഇനിയുള്ളത് അടുത്ത മണ്ഡല മകരവിളക്ക് തീർത്ഥാടനകാലം. കേരളത്തെ 2 മാസക്കാലം പുണ്യമാക്കുന്ന, എല്ലാ വഴികളും ശരണമന്ത്രങ്ങളാൽ മുഖരിതമാകുന്ന ഒരു പുണ്യമാസത്തേക്കാണ്, പുണ്യ ദിനങ്ങളിലേക്കാണ് പോകുന്നത്. അതിന് തൊട്ട് മുമ്പ് തന്നെയാണ് ഈ രാഷ്ട്രപതിയുടെ ഒരു സന്ദർശനം എന്നുകൂടി നമുക്ക് എടുത്തു പറയേണ്ടത്. അതിലേറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇനി അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ പമ്പയിലേക്ക് ഈ രാഷ്ട്രപതി എത്തും. അതിനുശേഷം പമ്പയിൽ എത്തിയതിനു ശേഷം പമ്പയിൽ പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന ഇടത്ത് ദേഹശുദ്ധി വരുത്തിയതിനു ശേഷമാകും ഈ പുണ്യമായ നദിയാണ് പമ്പ. പമ്പയിൽ ഇറങ്ങിയതിനു ശേഷമായിരിക്കും ഇരുമുടിക്കെട്ട് ഏന്തിക്കൊണ്ട് സന്നിധാനത്തേക്ക് പോകുക. സന്നിധാനത്തേക്ക് പോകാനായി 6 ഗൂർഖ ജീപ്പുകളാണ് സജ്ജമാക്കി ഇട്ടിരിക്കുന്നത്. അത് പല കുറി ഇന്നലെ പരിശോധനകളൊക്കെ തന്നെയും നടത്തിയിരുന്നു. ഒരു തരത്തിലുള്ള പിഴവുകളും ഉണ്ടാക്കാതിരിക്കാനുള്ള ഒരു കൃത്യമായ ഒരു ഇടപെടലൊക്കെ തന്നെയും അതോടൊപ്പം തന്നെ സജ്ജീകരണങ്ങളൊക്കെ തന്നെയും ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇനി ഏതായാലും ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇനി സന്നിധാനത്തേക്ക് എത്തുന്ന ആ ഒരു സമയത്ത് തന്നെയാണ് ഈ ഒരു ഉച്ചപൂജ നടക്കുക. ഭഗവാന്റെ സന്നിധിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് കൂടിയാണ്. ഈ ചടങ്ങ് ദർശിച്ചതിന് ശേഷമാകും സന്നിധാനത്തേക്ക് ഗസ്റ്റ് ഹൗസിൽ തന്നെ വിശ്രമിക്കുക. അവിടെ നിന്ന് തന്നെയാണ് ഭക്ഷണവും കഴിക്കുക. ഇതിനുശേഷം ഏകദേശം 3:30-യോടെയാണ് ഇവിടെ നിന്നും സന്നിധാനത്ത് നിന്നും രാഷ്ട്രപതി മടങ്ങുക. എന്തായാലും നേരത്തെ വിശദമായി സൂചിപ്പിച്ച പോലെ തന്നെ തുടക്കത്തിൽ തന്നെ ഉണ്ടായ ഒരു ഗുരുതരമായ പിഴവ്, ഗുരുതരമായ വീഴ്ച, അത് തന്നെയാണ് എടുത്തു പറയാനുള്ളത്. എന്തായാലും ഈ സന്ദർശനവുമായി കണക്കിൽ ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ കൃത്യമായ അറിയിപ്പുകളൊക്കെ തന്നെയും വന്നതാണ്. നിലവിലത്തെ സാഹചര്യങ്ങളൊക്കെ തന്നെയും വലിയ ആശങ്കയുണ്ടാക്കുന്നതായിരുന്നു. കൃത്യമായ ഒരു ഇടപെടൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട ഒരു കാര്യം. എന്തായാലും എടുത്തു പറയേണ്ടത് ഗുരുതരമായ ഒരു വീഴ്ച അത് പത്തനംതിട്ട നഗരത്തിൽ തന്നെ ഉണ്ടായിരുന്നു. രാഷ്ട്രപതി പത്തനംതിട്ടയിലേക്ക് എത്തിയ ആ ഒരു സമയത്ത് തന്നെ ഗുരുതരമായ ഒരു വീഴ്ച ഉണ്ടായിരിക്കുന്നു എന്നാണ് ഇത് നമുക്ക് എടുത്തു പറയേണ്ടത്.